ഇതാണ് നന്ദന. ദേവിക്ക് ഇല്ലാത്തോണ്ട് ഇന്നത്തെ രാവിലെ നന്ദനയാണ് ഗൈസ്. ആസ് യൂഷ്വൽ ഗൗതമിയും ഗൗരിയും ഫ്രണ്ടിലുണ്ട്. പടം നയിക്കുന്ന ഇതാണ് ഗൈസ് നന്ദന. ഒരു ഹായ് പറ. ഓ ഇവന്റെ നീളക്കൂടുതലാ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ധനീഷ് സാറിന് ഓരോ പസിലൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ ആദ്യം കരുതി സാറ് ചുമ്മാ ഷോ ആയിരിക്കുന്നു. പക്ഷെ സാർ അതൊക്കെ സോൾവ് ചെയ്തു. എന്നിട്ട് സാർ പക്ഷെ ഡൗൺ ടു എർത്ത് ആയതുകൊണ്ട് ബുദ്ധിയുണ്ടല്ല അല്ലാതെ ചെയ്ത എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ബുദ്ധിയുണ്ട്. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നറിയോ, ഗോപ്സ് പറയാണ് ഗോപ്സിന് ബാഹുബലിയിലെ ബീജി ഇട്ടൊരു വീഡിയോ എടുത്തു കൊടുക്കണം, എന്നിട്ട് അതെൻ്റെ വ്ളോഗിൽ ആഡ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ആഡ് ചെയ്യില്ല. ബംഗാളികളില്ലാത്തോണ്ട് ക്ലാസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെ വിളിച്ചു. ഇതിലെ മെയിൻ ബംഗാളി പറയുന്നുണ്ട്, നിനക്കുള്ളത് ഓൾറെഡി കൊടുത്തേ. ഇതെന്റെ ഹോസ്റ്റലിലെ കുട്ടിയാണ്. പേര് യൂട്യൂബിൽ വരുന്നതാണ്. ഭുവനാവി. ബോയ്സ് മാത്രം പണിയെടുക്കണ ഈ ലോകത്ത് പണിയെടുക്കണ ഗേൾസ്. തല വെക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ എത്തുന്നില്ല. പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും ഭുവൻ ഹാർഡ് വർക്ക്. ഇവിടെ ഇത്ര സ്ഥലം ഉണ്ടായിട്ടും ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് തന്നെ പണിയെടുക്കണം എന്നാണ് ഭുവന്റെ ആഗ്രഹം. ഇപ്പം നമുക്ക് വിശപ്പിച്ചു. നമ്മൾ എന്തുകൊണ്ടാണ് പപ്സ് മുഖത്ത് പറ്റാതെ കഴിക്കാൻ പറ്റാത്തത്? പൊടി ഉണ്ടാണ്. ഓക്കെ, ന്യൂ ഇൻഫർമേഷൻ. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. കണ്ടോ, ചങ്ങലയാണ് ഗൈസ്. പിന്നെ ഇത് അഞ്ജലി കാണിക്കേ. അഞ്ജലിയുടെ കയ്യിൽ പൂട്ടുണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പോയി എല്ലാരെയും പൂട്ടാൻ പോകുന്നു. ചുമ്മാതാ ഗൈസ്. സൈക്കിൾ ടീച്ചർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മളങ്ങനൊന്നും ചെയ്യില്ല ഗൈസ്. നമ്മളിപ്പം കൊറേ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളെ ധനിസാർ ഞാൻ പറഞ്ഞോട്ടെ, ധനീസാർ നമ്മളെ പറ്റിച്ചു. ഓക്കെ, ഇതാണ് ഗോപ്സ് വരയ്ക്കുന്ന ഇതിന്റെ പേര് ഹഗ്ഗി. വരച്ചോണ്ടിരിക്കുന്നു. അഞ്ജലി അവിടെ പേഴ്സിനിടുന്ന വട്ടം ഉണ്ടാക്കുന്നു. ഞാനിവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നു. ഗായത്രി ഇവിടെ വവ്വാലിനെ വിട്ട് ചോദിച്ചു. ഇതാ ഇത് ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടുവോ? വെയിറ്റ് ഇത് സോറി, കണ്ണ് ബ്ലാക്ക് ഒക്കെ ഞാൻ മറന്നുപോയി. ഇതും തമ്മിൽ സിമിലാരിറ്റി ഒന്നും മിണ്ടായിരിക്കും. ഇതും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോന്ന് നിങ്ങൾ കമന്റ് ഇടുക. ഗായത്രിക്ക് എന്ത് തോന്നുന്നു? ഒന്നും പറയാനില്ല. എന്റെ ബ്ലോഗിംഗ് പാർട്ട്ണറായല്ലേ ആസ്ഥാന? സോറി, ആസ്ഥാന ബ്ലോഗിംഗ് പാർട്ട്ണറായല്ലേ? അതെ. നമ്മളെവിടെ വന്നേക്കാം. എന്തിനാ ഫ്രണ്ടിൽ ചായ കുടിക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എസ്കേപ്പ് റൂം സെറ്റ് ചെയ്യാൻ വന്നിരിക്കുക. രാത്രി അവിടെ പണി ചെയ്യുവാന്ന് പറഞ്ഞ് ഭയങ്കര എന്തൊക്കെയോ മാറിയിരുന്ന് വിയർത്ത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യല്ല. ഋഷിയുടെ കളിപ്പാട്ടം കളിക്കുകയായിരുന്നു. എങ്ങനെ അതല്ലേ ടവർ ഓഫ് ഇനിയസ് ഇവിടെ ചെയ്യാൻ ട്രൈ ചെയ്യുക. അവർക്ക് നാണമാ ഗൈസ്. എന്നാ നിങ്ങൾ പറയൂ. അല്ല സാറ് അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഡനീസ്.
ഇവിടെ ധനേഷ് സാറും പ്രതീക്ഷ മിസ്സും പസിൽസ് കൊണ്ട് അമ്മാനമാടുകയായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നോട് പിണങ്ങി. ഗോപിക്ക് അഞ്ജലിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഗോപിക്ക് ഇഷ്ടം. സോറി എനിക്കിനൊന്നും കേൾക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു അഞ്ജലിക്ക് ബുദ്ധി ഉണ്ടെന്ന്. അതിനാണ് ഗോപ്സ് പിണങ്ങുന്നത് അല്ല അഞ്ജലി? ഇമ്മച്യൂരിറ്റി എങ്ങനെ ശരിയാകും ഗോപ്സ്? അവിടെ ധനീഷ് സാറും പ്രതീക്ഷ മിസ്സും നിരും കൂടെ ഭയങ്കര അവരെന്താ ചെയ്യുന്നു? രാത്രിയില് ജിൻചേട്ടനുണ്ട്, നമ്മുടെ സീനിയർ ആണ്, ഭയങ്കര ഡാൻസറാ. കൊറിയോ നൈറ്റിലുണ്ട്, മെയിൻ ആണ്. ഞാൻ പണ്ട് നൃത്യപ്രോഷനുമായിട്ടായിരുന്നു ബാങ്കിൽ പുള്ളിയുടെ മറ്റേ അത് ഞാൻ കാണിക്കുന്നില്ല. നോക്കത്തെ കണ്ണു നട്ടിരിക്കുന്ന ഭുവനെ കണ്ടോ നിങ്ങൾ? ഭുവനെയാണ് അത്ര ഭുവന. നോക്ക് അഞ്ജലി മറ്റേ വിളക്കായിട്ട് വിളക്കേന്തി വനിത. ഇപ്പം സമയം ഞാൻ പറഞ്ഞോന്ന് അറിഞ്ഞൂടാ, 8 മണിയാവുന്നു. നമ്മൾ ഇതുവരെ കോളേജിൽ അത് ഇപ്പോഴും നമ്മുടെ ആക്ച്വലി കഴിഞ്ഞിട്ടില്ല. വിളിക്കാൻ വന്നുകൊണ്ട് നമ്മൾ ഇറങ്ങുക. ഹോസ്റ്റലേഴ്സ് അവിടെ ഉണ്ട്. ബാക്കി അപ്പൊ നാളെ ആയിരിക്കും. ബൈ ഗൈസ്.